Next topic is analytic functions. A function f of the complex variable z is analytic at a point z0 if it has a derivative at each point in some neighborhood of z0. ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആവണമെങ്കിൽ, ഒരു പോയിന്റിൽ അനലറ്റിക് ആവണമെങ്കിൽ നമുക്കൊരു പോയിന്റിൽ മാത്രമായിട്ട് അനലറ്റിസിറ്റി പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു പോയിന്റിൽ അനലറ്റിക് ആവണമെങ്കിൽ ആ പോയിന്റിൻ്റെ നൈബർഹുഡിലും അതെന്തായിരിക്കും, അനലറ്റിക് ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത് എ ഫംഗ്ഷൻ എഫ് ഓഫ് ദി കോംപ്ലക്സ് വേരിയബിൾ ഇസഡ് ഈസ് അനലറ്റിക് അറ്റ് എ പോയിന്റ് ഇസഡ് നോട്ട് ഇഫ് ഇറ്റ് ഹാസ് എ ഡെറിവേറ്റീവ്. ആ ഒരു പോയിന്റിൽ മാത്രമായിട്ട് നമുക്ക് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡെറിവേറ്റീവ് ആണെങ്കിൽ ഒരു പോയിന്റിൽ പറയാൻ പറ്റും, പക്ഷേ അനലറ്റിക് ആവണമെങ്കിൽ ആ പോയിന്റിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം, അതിൻ്റെ നൈബർഹുഡിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു 0 എന്നുള്ള പോയിന്റിൽ മാത്രമായിട്ട് അനലറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ 0 എന്നുള്ള പോയിന്റിൽ മാത്രമായിട്ട് നമുക്കത് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയാൻ പറ്റും. 0 എന്നുള്ള പോയിന്റിൽ അനലറ്റിക് ആവണമെങ്കിൽ ആ പോയിന്റിലും അതിൻ്റെ നൈബർഹുഡിലും അതെന്തായിരിക്കണം, ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. Function f is analytic at z0 if its derivative exists not only at z0 but also at each point z in some neighborhood of z0. If f is analytic at a point z0, it must be analytic at each point in some neighborhood of z0. Okay. A function f of the complex variable z is analytic, അതിൻ്റെ വേറെ പേരുകളാണ് or regular or holomorphic in an open set if it has a derivative at each point. ഒരു ഓപ്പൺ സെറ്റിൽ അത് അനലറ്റിക് ആവണമെങ്കിൽ ആ ഓപ്പൺ സെറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സിലും അതെന്തായിരിക്കണം, ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എല്ലാ പോയിൻറ്റ്സിലും ഡിഫറൻഷ്യബിൾ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നൈബർഹുഡ്സിലെല്ലാം അതെന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ആ സെറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ സെറ്റിൽ അതെന്താണെന്ന് പറയാം, അനലറ്റിക് ആണെന്ന് പറയാം. ഓക്കെ, a function that is analytic in a set S which is not open, it is to be understood that f is analytic in an open set containing S. S ഓപ്പൺ സെറ്റ് അല്ലെങ്കിൽ അതിൽ അനലറ്റിക് ആണ് എന്ന് പറയാൻ എന്ത് ചെയ്യണം, എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റിൽ അതെന്തായിരിക്കണം, അനലറ്റിക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഈസ് അനലറ്റിക് എവരിവെയർ. കാരണം എന്താ, ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എല്ലാ കോംപ്ലക്സ് പ്ലെയിനിൽ മൊത്തമായിട്ടും അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് അനലറ്റിക് എവരിവെയർ. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അനലറ്റിക് ആണെന്ന് പറയാം. അടുത്ത എക്സാമ്പിൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ. നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത എക്സാമ്പിളാണ്. ഓക്കെ, ഇതെന്താ വരുന്നത്, ഇറ്റ് ഈസ് നോട്ട് അനലറ്റിക് അറ്റ് എനി പോയിന്റ്. അത് അനലറ്റിക് അല്ല, ഒരു പോയിന്റിലും അനലറ്റിക് അല്ല. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് 0-ൽ മാത്രമേ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളൂ. 0-ൽ മാത്രം ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ നമുക്കത് അനലറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. 0-ൽ ഡിഫറൻഷ്യബിൾ ആവണം, അതിൻ്റെ നൈബർഹുഡിലും ഡിഫറൻഷ്യബിൾ ആവണം, എന്നാലാണ് നമുക്ക് ആ പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനലിസിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഈസ് നോട്ട് അനലറ്റിക് ബിക്കോസ് എന്താണ്, ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് സെഡ് നോട്ട് ആൻഡ് നോട്ട് ത്രൂ ഔട്ട് എനി നൈബർഹുഡ്. ഓക്കെ, ഇനി എന്താണ് എൻറ്റയർ ഫംഗ്ഷൻ? എൻ എൻറ്റയർ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ദറ്റ് ഈസ് അനലറ്റിക് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദി എൻറ്റയർ കോംപ്ലെക്സ് പ്ലെയിൻ. ഇറ്റ് ഈസ് അനലറ്റിക് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദി എൻറ്റയർ കോംപ്ലെക്സ് പ്ലെയിൻ. നെക്സ്റ്റ്, ഇഫ് പി ഈസ് എ പോളിനോമിയൽ ഇൻ സെഡ്, then we can write p of z as alpha naught plus alpha 1 z plus etc. alpha n z raised to n, where alpha n not equal to 0. Then p is differentiable at all points z and p dash of z is defined by alpha 1 plus 2 alpha 1 z plus etc. n alpha n z raised to n minus 1, where alpha n not equal to 0. അപ്പോൾ ഈ പോളിനോമിയൽസ് സത്യത്തിൽ എല്ലാ പോയിൻറ്റ്സിലും എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് ഇത് അനലറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഡിഫറൻഷ്യബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനേഷൻ എന്താ, പി ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു, പി ഡാഷ് ഓഫ് സെഡിൻ്റെ ഫോർമുല എന്താ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പി ഓഫ് സെഡ് പ്ലസ് എച്ച് മൈനസ് പി ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ദറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു എന്താണ് പി ഓഫ് സെഡ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ, പി ഓഫ് സെഡ് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ പി ഓഫ് സെഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ, ആൽഫ നോട്ട് പ്ലസ് ആൽഫ 1 ഇസഡ് പ്ലസ് എക്സെട്ര ആൽഫ എൻ സെഡ് റേസ് ടു എൻ. അതിൽ
ഈ ഇസഡിന് പകരം എന്ത് കൊടുക്കുക? ഇസഡ് പ്ലസ് എച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? ആൽഫ നോട്ട് പ്ലസ് ആൽഫ 1 സെഡ് പ്ലസ് എച്ച് പ്ലസ് എക്സെട്ര ആൽഫ എൻ സെഡ് പ്ലസ് എച്ച് ഹോൾ റേസ് ടു എൻ മൈനസ് പി ഓഫ് സെഡ് എന്താണ് വരിക? ആൽഫ നോട്ട് പ്ലസ് ആൽഫ 1 സെഡ് പ്ലസ് എക്സെട്ര ആൽഫ എൻ സെഡ് റേസ് ടു എൻ. ഓക്കെ, അപ്പോൾ സിമിലർ ടേംസ് ക്ലബ് ചെയ്യുമ്പോൾ എന്ത് വരും? ആൽഫ നോട്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആൽഫ 1 ഇൻറ്റു ആൽഫ 1നെ ക്ലബ് ചെയ്താൽ എന്ത് വരും? ആൽഫ 1 ഇൻറ്റു സെഡ് പ്ലസ് എച്ച് മൈനസ് സെഡ് ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് ആൽഫ 2നെ ക്ലബ് ചെയ്യുക, അതുപോലെ ആൽഫ 3നെ ക്ലബ് ചെയ്യുക, അവസാനം ആൽഫ എന്നിനെ ക്ലബ് ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സെഡ് പ്ലസ് എച്ച് ഹോൾ റേസ് ടു എൻ മൈനസ് സെഡ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ലിമിറ്റ് കണ്ടതിന് ശേഷം അത് തന്നെയാണ് എന്നിന് പല വാല്യൂസ് വരുമ്പോഴും വരിക. അപ്പോൾ ഈ ലാസ്റ്റ് ടേമിൻ്റെ മാത്രം ലിമിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സെഡ് പ്ലസ് എച്ച് ഹോൾ റേസ് ടു എൻ മൈനസ് സെഡ് റേസ് ടു എൻ ബൈ എച്ച് എന്താണെന്ന് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈ സെഡ് പ്ലസ് എച്ച് ഹോൾ റേസ് ടു എൻ മൈനസ് സെഡ് റേസ് ടു എൻ എന്നുള്ളത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഈ ഒരു ടേം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? എ റേസ് ടു എൻ മൈനസ് ബി റേസ് ടു എൻ, അതിൻ്റെ ന്യൂമറേറ്റർ എ റേസ് ടു എൻ മൈനസ് ബി റേസ് ടു എന്നിനെ നമുക്ക് എന്ത് എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ബി പ്ലസ് എക്സെട്ര എ ഇൻറ്റു ബി റേസ് ടു എൻ മൈനസ് 2 പ്ലസ് ബി റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ എന്ത് വരും? ലിമിറ്റ് ഇതുപോലെ എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇവിടെ എയുടെ പ്ലേസിൽ സെഡ് പ്ലസ് എച്ച് ആണ്, ബിയുടെ പ്ലേസിൽ ഇസഡ് ആണ്. അപ്പോൾ എന്ത് വരും? സെഡ് പ്ലസ് എച്ച് മൈനസ് ഇസഡ് ഇൻറ്റു സെഡ് പ്ലസ് എച്ച് ഹോൾ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് സെഡ് മൈനസ് എച്ച് ഹോൾ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം സെഡ് റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, ഫസ്റ്റ് ടേം എന്താണ് വരുന്നത്? ഫസ്റ്റ് ടേം സെഡ് പ്ലസ് എച്ച് മൈനസ് സെഡ് എന്ന് പറയുമ്പോൾ എന്താ വരിക? സെഡ് മൈനസ് സെഡ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതിൽ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? എച്ച് ക്യാൻസൽ ചെയ്യും. അപ്പോൾ പിന്നെ ഈ സെക്കൻഡ് ടേം മാത്രമേ പിന്നെ ബാക്കി എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സെഡ് പ്ലസ് എച്ച് ഹോൾ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് സെഡ് പ്ലസ് എച്ച് ഹോൾ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ഇസഡ് പ്ലസ് എക്സിട്ര സെഡ് റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, അതിൽ എച്ചിന് 0 എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് ഫസ്റ്റ് ടേം എന്ത് വരും? എച്ച് 0 വരുമ്പോൾ സെഡ് റേസ് ടു എൻ മൈനസ് 1. ഇവിടെയും എച്ചിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? സെഡ് റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? സെഡ് റേസ് ടു എൻ മൈനസ് 1. അവസാനം സെഡ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ സെഡ് റേസ് ടു എൻ മൈനസ് 1 എന്നുള്ളത് എത്ര പ്രാവശ്യം വരും? n ടൈംസ് വരും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്താ വരിക? n ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, ആ ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യണു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ആ ലിമിറ്റ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താ വരിക? ഇവിടെ ഈ ടേം എന്ത് വരും? 1 ആണ് വരിക. സെഡ് മൈനസ് സെഡ് ക്യാൻസൽ ചെയ്തു, എച്ച് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആൽഫ 1 പ്ലസ് നെക്സ്റ്റ് ടേം ഇതേപോലെയാണ് വരിക. ഈ n ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുപിടിച്ച ലിമിറ്റ്. n ആണെങ്കിൽ n ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ഇവിടെ ആൽഫ 2ൻ്റെ പ്ലേസിൽ അവിടെ 2 ആണ് വരുന്നത്, എന്നിന് 2 ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു സെഡ് റേസ് ടു 2 മൈനസ് 1. അങ്ങനെയാണ് ഇവിടെ 2 ആൽഫ 2 എന്ന് പറയുന്നത്. 2 ആൽഫ 2 ഇൻറ്റു ഇസഡ് എന്ന ടേം വരുന്നത് പ്ലസ് എക്സിട്ര n ഇൻറ്റു സെഡ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ആൽഫ n. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. അതായത് അത് ഡിഫറൻഷ്യബിൾ ആണ്. പി ഓഫ് സെഡ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് എനി പോയിന്റ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ. കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഏത് പോയിന്റ് എടുത്താലും അത് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അത് അനലിറ്റിക് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എ പോളിനോമിയൽ എക്സിസ്റ്റ് എവരിവെയർ, ദെർഫോർ എവറി പോളിനോമിയൽ ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. ഓക്കെ, അതായത് എല്ലായിടത്തും അനലിറ്റിക് ആണെങ്കിൽ അതിനെ നമുക്ക് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1 z z സ്ക്വയർ ഈ ടേംസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 z z സ്ക്വയർ എക്സെട്ര z റേസ് ടു n ആൻഡ് ദ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ a0 പ്ലസ് a1 z പ്ലസ് എക്സെട്ര an z റേസ് ടു n ആർ അനലിറ്റിക് ഫങ്ഷൻസ്. എല്ലാം ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ഇതെല്ലാം അനലിറ്റിക് ഫങ്ഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് റാഷണൽ ഫങ്ഷൻസ്. റാഷണൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ദ കോഷ്യൻ്റ് ഓഫ് 2 പോളിനോമിയൽസ് g ഓഫ് z ആൻഡ് h ഓഫ് z. അപ്പോൾ g ഓഫ് z ബൈ h ഓഫ് z എവിടെയാണ് ഡിഫറൻഷ്യബിൾ ആവുക? h ഓഫ് z 0 അല്ലാത്തിടത്തെല്ലാം അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അനലിറ്റിസിറ്റിയും പറയാം. ദ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് എക്സെപ്റ്റ് അറ്റ് ദി പോയിന്റ്സ് വേർ h ഓഫ് z ഈക്വൽ ടു 0. ഇനി എന്താണ് ഒരു സിംഗുലർ പോയിന്റ്? അതായത് ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത ഒരു പോയിന്റ്, പക്ഷേ അതിൻ്റെ നൈബർഹുഡിലെല്ലാം എന്തായിരിക്കണം? അനലിറ്റിക് ആയിരിക്കണം. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ സിംഗുലർ പോയിന്റ് എന്ന് പറയാം. സപ്പോസ് എ പോയിന്റ് z0
the function is not analytic at set naught and it is analytic in the neighborhood of set naught, then that point set naught is known as singular point. The function fails to be analytic at a point z naught, but it is analytic at some point in every neighborhood of set naught, then set naught is called a singular point or singularity of f. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z, z നോട്ട് ഈക്വൽ ടു 0. z നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് z നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. z ഈക്വൽ ടു 0ൽ ഡിഫറൻഷ്യബിൾ അല്ല, കാരണം ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല, അത് ഡിഫൈൻ ചെയ്യില്ല. ഓക്കെ, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് z എന്തായിരിക്കും? -1/z² ആയിരിക്കും. എഫ് ഈസ് അനലിറ്റിക് അറ്റ് എവറി പോയിന്റ് എക്സെപ്റ്റ് ഫോർ ദി പോയിന്റ് z ഈക്വൽ ടു 0. അപ്പോൾ z ഈക്വൽ ടു 0 ഈസ് എ സിംഗുലർ പോയിന്റ് എന്ന് നമുക്ക് പറയാം. കാരണം z ഈക്വൽ ടു 0ൽ മാത്രം അത് ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷേ ബാക്കി എല്ലായിടത്തും അത് ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നൈബർഹുഡ്സിലെല്ലാം അത് ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? z ഈക്വൽ ടു 0 എന്നുള്ളത് സിംഗുലർ പോയിന്റ് ആണ് എന്ന് പറയാം. അടുത്ത എക്സാമ്പിൾ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു മോഡ് z² ഹാസ് നോ സിംഗുലർ പോയിന്റ്. അതിന് സിംഗുലർ പോയിന്റ് ഇല്ല. കാരണം എന്താ? ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം അനലിറ്റിസിറ്റി നഷ്ടപ്പെട്ടാലാണ് നമുക്ക് ആ പോയിന്റിനെ എന്ത് പറയാൻ പറ്റുക? സിംഗുലർ പോയിന്റ് എന്ന് പറയാൻ പറ്റുക. മോഡ് z² എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോവർ അനലിറ്റിക്. അത് എവിടെയും അനലിറ്റിക് അല്ല. ഓക്കെ, എവിടെയും അനലിറ്റിക് അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? എവിടെയും അനലിറ്റിക് അല്ലാത്തതുകൊണ്ട് സിംഗുലർ പോയിന്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് പറയാം? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു മോഡ് z² ഹാസ് നോ സിംഗുലർ പോയിന്റ്. ഓക്കെ, ഒരൊറ്റ പോയിന്റിൽ മാത്രം അനലിറ്റിസിറ്റി നഷ്ടപ്പെട്ടാലാണ് ആ പോയിന്റിനെ എന്ന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക? സിംഗുലർ പോയിന്റ് എന്ന് വിളിക്കാൻ പറ്റുക. ഇവിടെ ഒരു പോയിന്റിൽ മാത്രമേ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സിംഗുലർ പോയിന്റ് ഇല്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നെസസറി കണ്ടീഷൻസ് ഫോർ അനലിറ്റിസിറ്റി. എ നെസസറി ബട്ട് നോട്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ എഫ് ടു ബി അനലിറ്റിക് ഇൻ എ ഡൊമെയിൻ D ഈസ് ക്ലിയർലി ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ് throughout D. Satisfaction of the Cauchy-Riemann equation is also necessary but not sufficient. അപ്പോൾ രണ്ട് കണ്ടീഷൻസും നെസസറി ആയിട്ടാണ് പറയുന്നത്, സഫിഷ്യൻറ്റ് കണ്ടീഷൻ അല്ല. എന്താ? ഒന്ന് കണ്ടിന്യൂറ്റി, പിന്നൊന്ന് കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടും നെസസറി കണ്ടീഷൻസ് ആണ്. എന്തിനുള്ള നെസസറി കണ്ടീഷൻ? അനലിറ്റിസിറ്റിക്കുള്ളത്. ഓക്കെ, അപ്പോൾ കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് അനലിറ്റിക് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അനലിറ്റിക് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇത് രണ്ടും നഷ്ടപ്പെടുന്ന ഒരു കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അനലിറ്റിക് അല്ല എന്ന് പറയാൻ പറ്റും. കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഉടനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അനലിറ്റിക് അല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് xy is not analytic at the origin even though Cauchy-Riemann equations are satisfied at the point. ഓക്കെ, കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് അനലിറ്റിക് അല്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫംഗ്ഷനെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനായിട്ട് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ല, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു u of xy പ്ലസ് i ഇൻറ്റു വി ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് ഇല്ല, സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് xy പ്ലസ് i ഇൻറ്റു 0. അപ്പോൾ u എന്താ വരിക? റിയൽ പാർട്ട് സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് xy. v എന്താ വരിക? 0. നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെക്ടർ കാൽക്കുലസിലൊക്കെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഡോ യു ബൈ ഡോ എക്സ് എന്താ വരിക? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 u of x0 minus u of 0 ഡിവൈഡഡ് ബൈ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 u of x0 എന്ന് പറഞ്ഞാൽ വൈക്ക് 0 കൊടുക്കുകയാണ്. ഓക്കെ, വൈക്ക് 0 കൊടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് എക്സ് വൈയിൽ വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറും? 0 ആയി മാറും. ഫംഗ്ഷൻ 0 ആയി മാറും. ഇതിലാണ് നമുക്ക് വൈക്ക് 0 കൊടുക്കുന്നത്. അപ്പോൾ അത് 0 മൈനസ് 0 ഡിവൈഡഡ് ബൈ എക്സ് എന്നായി മാറും. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്താ വരിക? 0 എന്നാണ് വരിക. സിമിലർലി ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു ലിമിറ്റ് y tends to 0 u of 0y minus u of 0 divided by y, that is limit y tends to 0 minus 0 divided by y, that is also equal to 0. Similarly we can prove dou v by dou x equal to 0 and dou v by dou y equal to 0. അപ്പോൾ നമുക്ക് കോഷി-റീമാൻ ഇക്വേഷൻസ് എന്താ? യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, എല്ലാം 0 ആയതുകൊണ്ട് കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
പക്ഷേ ഇനി അത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് കാണിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, കോഷി റൈമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അനലിറ്റിസിറ്റിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഡിഫറൻഷ്യബിലിറ്റിനെ കുറിച്ചും ഒന്നും പറയാൻ പറ്റില്ല. സപ്പോസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് 0. ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമ്മൾ വിചാരിക്കുക. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും 0 എന്നുള്ള പോയിന്റിൽ. നമ്മൾ 0 എന്നുള്ള പോയിന്റിലെ കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 എന്താ വരിക? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ സെഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് എക്സ് വൈ മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, ഇനി z ഈക്വൽ ടു 0ലേക്ക് ടെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് പ്ലെയിൻ ആയതുകൊണ്ട് ഏത് റൂട്ടിൽ കൂടെ വേണമെങ്കിലും z ഈക്വൽ ടു 0ലേക്ക് ടെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കുന്ന പാത്ത് y ഈക്വൽ ടു എം എക്സ് എന്നുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് എടുക്കുന്നത്, y ഈക്വൽ ടു എം എക്സ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 എന്ത് വരും? ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 0 സ്ക്വയർ റൂട്ട് ഓഫ് മോഡുലസ് എക്സ് ഇൻറ്റു വൈക്ക് പകരം എം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വൈക്ക് പകരം എം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മൈനസ് 0 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ ഇൻറ്റു എം എക്സ്. നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ എം. അതൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എമ്മിലുള്ളൊരു വേരിയബിളായിട്ട്, എം വേരിയബിളാണ് പക്ഷേ അതിൽ സെഡ് ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ എം എന്നാണ് വരിക. ഞാൻ ഉദ്ദേശിച്ചത് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് സെഡ് ഇല്ലാത്ത ടേം ആയതുകൊണ്ടാണ് ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞത്. ആക്ച്വലി ഈ എം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർബിട്രറി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എമ്മിന് ഏത് വാല്യൂ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്താ? എമ്മിന് 1 എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും, എമ്മിന് 2 എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വാല്യൂ കിട്ടും. അപ്പോൾ ലിമിറ്റ് യുണീക്ക് ആണോ? ലിമിറ്റ് യുണീക്ക് അല്ല. സിൻസ് ദ ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എം, ഇറ്റ് ഈസ് നോട്ട് യുണീക്ക്. സോ എഫ് ഓഫ് സെഡ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസഡ് നോട്ട്. അപ്പോൾ ഈ 0 എന്നുള്ളൊരു പോയിൻ്റാണ് സെഡ് നോട്ട് ആയിട്ട് എടുത്തത്. ഈ പോയിന്റിൽ അതെന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ നമുക്ക് ആ പോയിന്റിൽ അനലിറ്റിസിറ്റി പറയാൻ പറ്റുമോ? എഫ് ഓഫ് സെഡ് ഈസ് നോട്ട് അനലിറ്റിക് അറ്റ് ദി ഒറിജിൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത റിസൾട്ടുകളാണ്. ആ സെയിം റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് അനലിറ്റിസിറ്റിയും പറയാൻ പറ്റും. ദ ഡെറിവേറ്റീവ് ഓഫ് ദ സം പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് എക്സിസ്റ്റ് whenever the functions themselves have derivative. ഓക്കെ, ഫംഗ്ഷൻസിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സമ്മും എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും, പ്രോഡക്റ്റും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ആ സെയിം റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇഫ് ടു ഫംഗ്ഷൻസ് ആർ അനലിറ്റിക് ഇൻ എ ഡൊമൈൻ ഡി, ദെൻ ദെയർ സം പ്രോഡക്റ്റ് ആർ ബോത്ത് അനലിറ്റിക് ഇൻ ഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റിയുടെ അതേ പ്രൂഫ് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ്, കോഷ്യൻ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ഈസ് അനലിറ്റിക് ഇൻ ഡി പ്രൊവൈഡഡ് the function in the denominator does not vanish at any point in D. That is, the quotient p of z by q of z of two polynomials is analytic in any domain through which q of z not equal to 0. ഇപ്പോൾ ഇതിനെയും പ്രൂഫ് ചെയ്തിട്ടുള്ളതാണ്. q of z not equal to 0 മാത്രമേ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളൂ, അവിടെ തന്നെയാണ് അത് അനലിറ്റിക് ആവുള്ളൂ. ഓക്കെ, ഇനി കോമ്പോസിഷൻ ഓഫ് ടു അനലിറ്റിക് ഫംഗ്ഷൻസ് ഈസ് അഗെയിൻ അനലിറ്റിക്. That is, f of z is analytic in a domain D, and the image of D under this transformation w equal to f of z is contained in the domain of the definition of a function g of w. Then composition is g of f of z, and that is analytic in D with the derivative d by dz of g of f of z equal to, already നമ്മളത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, that is equal to g dash of f of z into f dash of z. ഓക്കെ, അപ്പോൾ കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് അത് ആ പോയിന്റിൽ അത് അനലിറ്റിക് ആണെന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അനലിറ്റിസിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് ഇതിൻ്റെയൊക്കെ ഡിഫറൻഷ്യബിലിറ്റിയുടെ സെയിം പ്രൂഫുകൾ തന്നെ എഴുതിയാൽ മതി.